Hello everyone, welcome back to the chapter Solution. Hope the first section, that is Introduction of Solution, was interesting. In that video, we discussed about the homogeneous mixture, solute, solvent, types of solution, etc. Are you remember? Okay. Now, let us move on to the next. In this video, we are going to learn the concentration of solution and methods to determine the concentration of solution. Shall we go? Okay. First, concentration. Gadata. Concentration definition adiyaya. It is the amount of solute present in the given amount of solvent. The amount of solute present in the given amount of solvent. ഒരു നിശ്ചിത അളവ് സോൾവെന്റിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. രണ്ട് സൊല്യൂഷന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണോ അല്ലേ? നിങ്ങളുടെ ഉത്തരം അല്ല എന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്താണെന്ന് അറിയാം. Concentration is the amount of solute present in the given amount of solvent. അവിടെ amount of solvent ഉം amount of solute ഉം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ കിട്ടി. നല്ല പൊടിയും നല്ല മധുരവും ഉണ്ട്. As a chemistry student, you can say it's a very concentrated tea. Yes or no? Yes. അവിടെ എന്താണ് മധുരവും പൊടിയും ഒക്കെ എന്താണ് കൂടുതലാണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഒരു ലൈറ്റ് ടീ കിട്ടിയിട്ടുണ്ടെങ്കിലോ മധുരവും പൊടിയൊക്കെ കുറവുള്ളതാണെങ്കിൽ അത് നിങ്ങൾ ഡയലൂട്ട് ടീ എന്ന് പറയും. അപ്പൊ കോൺസെൻട്രേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി കോൺസെൻട്രേഷൻ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ആദ്യം ക്വാളിറ്റേറ്റീവ് നോക്കാം. ക്വാളിറ്റേറ്റീവിൽ ഇങ്ങനെയാ പറയാ, ഡയലൂട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് എന്നൊരു രണ്ട് രീതിയിലാണ് ക്വാളിറ്റേറ്റീവിൽ പറയാം. അത് ആ സൊല്യൂഷൻ ഡയലൂട്ട് ആണ് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ കോൺസെൻട്രേറ്റ് ആണ്. എങ്ങനെ? ഈ രീതിയിലാണ് പറയാ. അതായത് എക്സാക്ട് അളവ്, സൊല്യൂട്ടിന്റെയോ സോൾവെന്റിന്റെയോ എക്സാക്ട് അളവ് പറയണില്ല. ഇതിപ്പോ മെഡിസിൻസ്, എക്സാമ്പിൾ ഒരു മെഡിസിൻ എടുക്കാം. മെഡിസിനിലൊക്കെ നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് മെഡിസിൻ ആണ് അല്ലെങ്കിൽ ഒരു ഡയലൂട്ട് മെഡിസിൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനിൽ ചെറിയ ഒരു വ്യത്യാസം വന്നാൽ തന്നെ ആ രോഗി ചിലപ്പം മരണപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സാക്ട് ഇപ്പൊ ഡയലൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സൊല്യൂട്ടിന്റെ അളവ് കുറവും, കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലുമാണ്. ഇങ്ങനെ ഇതിൽ എക്സാക്ട് പറയാത്ത കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ക്വാണ്ടിറ്റേറ്റീവ്ലി. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയാ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയാൻ ഒരു 7 മെത്തേഡ്സ് ഉണ്ട്. 7 മെത്തേഡ്സ്. ഈ 7 മെത്തേഡ്സിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് 1 പഠിച്ചതാണ്. ഞാൻ ആ 7 മെത്തേഡ്സ് ഒന്ന് പറയാം. ഒന്ന്, മാസ് പെർസെൻറ്റേജ്. രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ്. മൂന്നാമത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നാലാമത്തത് പാർട്സ് പെർ മില്യൺ. അഞ്ചാമത്തത് മോൾ ഫ്രാക്ഷൻ. 6 മൊളാരിറ്റി. 7 മൊളാലിറ്റി. ഇതാണ് 7 മെത്തേഡ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഈ 7 മെത്തേഡ്സ് പഠിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എ എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് സോൾവെന്റിനെ എന്നും ബി എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് സൊല്യൂട്ടിനെയാണെന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പറയാണ്. ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എം എ എന്ന് പറഞ്ഞാൽ, എം എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോളാർ മാസ് ആണ്. മോളാർ മാസ്. മോളാർ മാസ് ഓഫ് ആരെ മോളാർ മാസ് ആണ്? എ എന്ന് പറഞ്ഞാല് സോൾവെന്റ്. മോളാർ മാസ് ഓഫ് സോൾവെന്റ്. എം ഫോർ മോളാർ മാസ്, എ ഫോർ സോൾവെന്റ്. എം എ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. WA എന്ന് പറഞ്ഞാൽ
W for weight. Weight of ആര് weight ആണ്? Weight of solvent. Weight of solvent. Okay. Then Na. Na എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ number of moles. Number of moles of ആരെ? Number of moles of solvent. Number of moles of solvent. Number of moles of solvent. അപ്പോൾ Ma എന്ന് പറഞ്ഞാൽ molar mass of solvent, Wa എന്ന് പറഞ്ഞാൽ weight of solvent, Na എന്ന് പറഞ്ഞാൽ number of moles of solvent. അങ്ങനെയാണെങ്കിൽ Mb എന്ന് പറഞ്ഞാൽ എന്താ? Mb എന്ന് പറഞ്ഞാൽ molar mass of solute, Wb weight of solute, Na number of moles of solute. Okay, ഇനി number of moles എങ്ങനെയാണ് കണ്ടിരുന്നത്? Number of moles എങ്ങനെ കാണാം? Number of moles കാണൽ എങ്ങനെയാണ്? N is equal to W divided by M. ആണോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? Given weight divided by molar mass. അങ്ങനെയാണെങ്കിൽ Na എന്താണ്? Na is equal to Wa by Ma. Nb എന്താണ്? Wb divided by Nb. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ 7 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് മാസ് പെർസെൻറ്റേജ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യല് W/W എന്നാണ്, മാസ് പെർസെൻറ്റേജ്. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എല്ലാവരും +1ന്റെ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മക്കളായിരിക്കും. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 60 58 മാർക്കാണുള്ളത് വിചാരിക്കാം. എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയാം? 96.6% ആണെന്ന് പറയാം. എങ്ങനെയാ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തത്? 58 divided by 60 into 100. അങ്ങനെയല്ലേ? 58 divided by 60 into 100. കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതേപോലെ മാസ് ഓഫ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് മാസ് ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഏതാണോ കമ്പോണന്റ് അതിന്റെ മാസ്, കിട്ടിയത് എത്രയാണോ മാർക്ക് ആ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ ടോട്ടൽ മാസ്, അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞ പോലെ mass of the component divided by total mass of solution into 100. Example നോക്കാം. 20 gram NaCl 80 gram വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു. 80 gram വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു. ഇത് എന്ത് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്? എക്സാമ്പിൾ ഫോർ ബൈനറി സൊല്യൂഷൻ ബിക്കോസ് വൺ സൊല്യൂട്ട് ആൻഡ് വൺ സോൾവെന്റ്. NaClന്റെ മാസ് പെർസെൻറ്റേജ് എത്രയാ? മാസ് പെർസെൻറ്റേജ് ഓഫ് NaCl എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് പെർസെൻറ്റേജ് ഓഫ് NaCl, മാസ് ഓഫ് ദി കമ്പോണന്റ്, ഏത് കമ്പോണന്റ് ആണോ അതിന്റെ മാസ്. ഇവിടെ NaCl ആണ് പറഞ്ഞത്, സോ NaClന്റെ മാസ് 20 ഡിവൈഡഡ് ബൈ എങ്ങനെ വരിക? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് എത്രയാണ്? 20ഉം 80ഉം അല്ലെ ടോട്ടല്, സൊല്യൂഷന്റെ ടോട്ടല്. NaClഉം വാട്ടറും കൂടി ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. സോ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 20 + 80 into 100 that is equal to 20%. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എത്രയാണ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 80 divided by 20 + 80 into 100. ക്ലിയർ? ഇതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ മാസ് കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ മെത്തേഡാണ് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജിനെ റെപ്രസെന്റ് ചെയ്യല് V/V എന്നാണ്. വോളിയം പെർസെൻറ്റേജ് സാധാരണ നോക്കല് ലിക്വിഡ് സൊല്യൂഷൻസിലാണ്, അതായത് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെന്റും ലിക്വിഡ്, ഈ സൊല്യൂഷൻസിലാണ് ലിക്വിഡ് സൊല്യൂഷൻസിലാണ് വോളിയം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യല്. വോളിയം പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: വോളിയം ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നേരത്തെ മാസ് പെർസെൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ
മാസ് എന്നുള്ളിടത്ത് എന്താണ് വോളിയം, വോളിയം ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എക്സാമ്പിൾ 10 ml ഓഫ് എത്തനോൾ, 10 ml എത്തനോൾ 90 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചാൽ 100 ml സൊല്യൂഷൻ ഉണ്ടാവും. 10 ml എത്തനോൾ 90 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചാൽ 100 ml സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഇതിൽ എത്തനോളും ലിക്വിഡ് ആണ്, വാട്ടറും എന്താണ് ലിക്വിഡ് ആണ്. അപ്പൊ എത്തനോളിന്റെ വോളിയം പെർസെന്റേജ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. വോളിയം ഓഫ് ദി കമ്പോണന്റ്, അതായത് 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ വോളിയം എത്രയാണ്? 10 പ്ലസ് 90 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. 10% എത്തനോൾ. അപ്പോൾ 10% എത്തനോൾ എന്ന് പറഞ്ഞാൽ 10 ml ഓഫ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ 90 ml ഓഫ് വാട്ടർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ വോളിയം ml ആണ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ന്യൂമറേറ്റർ ഉള്ളതും ഡിനോമിനേറ്റർ ഉള്ളതിന്റെയും യൂണിറ്റ് ഒരേപോലെ തന്നെ എടുക്കണം. ലിറ്ററിലാണെങ്കിൽ രണ്ടും ലിറ്റർ എടുക്കണം, ml ആണെങ്കിൽ രണ്ടും ml എടുക്കണം. ഇതാണ് വോളിയം പെർസെൻറ്റേജ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. W/V എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. It is defined as mass of solute dissolved in 100 ml of solution. 100 ml of solutionൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള മാസ്, സൊല്യൂട്ടിന്റെ മാസിനെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സൊല്യൂട്ടിന്റെ മാസും ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം. മാസ് ബൈ വോളിയം, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സാധാരണഗതിയിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. സാധാരണ ഇത് മെഡിസിൻസിലും അതേമാതിരി ഫാർമസ്യൂട്ടിക്കലുമാണ് ഇത് ഉപയോഗിക്കല്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ള മാസ് ബൈ വോളിയം എന്നുള്ള മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്നുള്ളത് ഉപയോഗിക്കല് ഫാർമസിയിലും മെഡിസിൻസിലുമാണ്. ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആന്റിബയോട്ടിക്സ് കഴിക്കും, കുട്ടികൾക്ക് കൊടുക്കും. അതിൽ ഒരു പൊടിയായിട്ടായിരിക്കും തന്നെ ഉണ്ടാവുക. അതിലൊരു മാർക്ക് ഉണ്ടാവും. അതിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് സൊല്യൂഷൻ ആക്കാൻ പറയും. ആ പൊടി എന്താണ്? സൊല്യൂട്ടാണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട്, വെയിറ്റിലാണ്. ദെൻ അതിൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതെന്തായി? സൊല്യൂഷനായി. അപ്പൊ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം. അടുത്തതായി പാർട്സ് പെർ മില്യൺ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള നാലാമത്തെ മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. ppm എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് സൊല്യൂട്ടിന്റെ അളവ് വളരെ ചെറിയ അളവാണെങ്കിൽ, അതായത് ട്രേസ് ക്വാണ്ടിറ്റി ആണ് സൊല്യൂട്ട് എങ്കിൽ ഈ മെത്തേഡാണ് യൂസ് ചെയ്യല്. 0.00001% സൊല്യൂട്ട് ആണ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത്രയും വളരെ ചെറിയ അളവിൽ സൊല്യൂട്ട് ആണെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്നുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യും. ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: നമ്പർ ഓഫ് പാർട്സ് ഓഫ് കോമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പോണന്റ് ഇൻ സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. ഇവിടെ ബാക്കിയുള്ള മൂന്നെണ്ണം പറഞ്ഞത് ഇൻറ്റു 100 ആയിരുന്നു. ഇവിടെ ഇൻറ്റു 10⁻⁶ ആണ്, അതായത് മില്യണിലാണ് പറയുന്നത്. പാർട്സ് മില്യൺ ആയിട്ടാണ് പറയുന്നത്. ആ കമ്പോണന്റിന്റെ പാർട്ട് ഏതാണോ ആ പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പോണൻസ്, ആ സൊല്യൂഷനിലുള്ള എല്ലാ കോമ്പോണൻസിന്റെയും ടോട്ടൽ നമ്പർ ഇൻറ്റു 10⁻⁶. ppm is used to express the concentration of pollutants in water and in atmosphere. അറ്റ്മോസ്ഫിയറിലെയും വാട്ടറിലെയും ഒക്കെ പൊള്യൂട്ടൻസ് ഉണ്ടാവില്ലേ, വളരെ ചെറിയ തോതിൽ പൊള്യൂട്ടൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആ ചെറിയ ക്വാണ്ടിറ്റി പോലും എക്സ്പ്രസ് ചെയ്യാൻ, അതിന്റെ കോൺസെൻട്രേഷൻ പോലും എക്സ്പ്രസ് ചെയ്യാൻ പാർട്സ് പെർ മില്യൺ ആണ് ഉപയോഗിക്കുക. ക്ലിയർ? ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന അഞ്ചാമത്തെ മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ ഖൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യല്. മോൾ ഫ്രാക്ഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു മോൾ ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഒരു ഫ്രാക്ഷൻ ആണ്, മോളുമായി ബന്ധപ്പെട്ട എന്തോ ആണ്.
മോൾ ഫ്രാക്ഷൻ പറയുന്നതിന് മുന്നേ ഫ്രാക്ഷൻ എങ്ങനെ നോക്കുക എന്നുള്ളത് നോക്കാം. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 4 ബോയ്സും 6 ഗേൾസും ആണെങ്കിൽ ബോയ്സിന്റെ ഫ്രാക്ഷൻ എങ്ങനെ പറയാം? 4/10. ഗേൾസിന്റെ ഫ്രാക്ഷനോ 6/10 ആണല്ലോ. അതുപോലെ മോൾ ഫ്രാക്ഷൻ പറയുന്നത് ഏത് കമ്പോണന്റ് ആണോ ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണൻസ്. ആ സൊല്യൂഷനിലുള്ള എല്ലാ കോമ്പണൻസിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഫ്രാക്ഷൻ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മോൾ ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. മോൾ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പണന്റ് to the total number of moles of all components in the solution. ഇനി ഒരു ബൈനറി സൊല്യൂഷൻ എടുക്കുക. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോമ്പണൻസ് ആണ് ഉണ്ടാവുക. ഈ കോമ്പണൻസിന് ഞാൻ ഒരു കോമ്പണന്റ് എ എന്നും മറ്റേ കോമ്പണന്റ് ബി എന്നും കൊടുത്തു. ഇതില് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്നുള്ള കോമ്പണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എ എങ്ങനെ എഴുതാം? കൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ is equal to number of moles of that component. Number of moles of ഏത് കോമ്പണന്റ്? that component. ഏതാണോ മോൾ ഫ്രാക്ഷൻ എടുക്കുന്ന ആ കോമ്പണന്റിന്റെ നമ്പർ ഓഫ് മോൾസ്, that is Na, divided by എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണൻസ് ഇൻ ദ സൊല്യൂഷൻ. 2 കോമ്പണന്റ് ആണുള്ളത്, എയും ബിയും. അതിന്റെ നമ്പർ ഓഫ് മോൾസിന്റെ ടോട്ടൽ, അതായത് Na പ്ലസ് Nb. ഇതാണ് എന്തെന്ന് പറയുന്നത്? കൈ എ എന്ന് പറഞ്ഞാൽ കൈ എ ഇസ് ഈക്വൽ ടു Na ഡിവൈഡ് ബൈ Na പ്ലസ് Nb. അങ്ങനെയാണെങ്കിൽ കൈ ബി എന്താണ്? കൈ ബി എന്ന് പറഞ്ഞാൽ Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. ഓക്കെ. ഇനി കൈ എയും കൈ ബിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? കൈ ബി എന്നുള്ളതിന് അവിടെ എഴുതാണ് Nb ഡിവൈഡ് ബൈ Na പ്ലസ് Nb. ഇനി കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇസ് ഈക്വൽ ടു 1. ഒരു കോർഡിനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 കമ്പോണൻസ് അല്ലേ? ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് ABCD. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ABCD എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു. 4 കോമ്പണൻസ്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഈ 4 കോമ്പണൻസിന്റെയും കൂടി മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ ഇസ് ഈക്വൽ ടു ഒരു ഉത്തരേ കിട്ടുള്ളൂ 1 എന്നാണ് കേട്ടോ. അതായത് കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി പ്ലസ് കൈ ഡി ഇസ് ഈക്വൽ ടു 1. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയാണ് മോൾ ഫ്രാക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കൈ എ ഇസ് ഈക്വൽ ടു എന്താ വരിക? 1 മൈനസ് കൈ ബി എന്ന് വരും. കൈ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ ബി. മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പണന്റ് ടു ദി total number of moles of all components in the solution. Clear? അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മൊളാരിറ്റി. ക്യാപിറ്റൽ M എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. +1 നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. മൊളാരിറ്റി എന്താണ്, മൊളാലിറ്റി എന്താണ്, മോൾ ഫ്രാക്ഷൻ എന്താണ്, ഇതൊക്കെ മുമ്പ് പഠിച്ചതാണ്, +1 പഠിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് കൂടിയാണ്. ഇപ്പൊ മൊളാരിറ്റിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓർത്ത് നോക്കിയേ. Definition, it is defined as the number of moles of solute dissolved per liter of solution. Note here, number of moles of solute dissolved per liter of solution. ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് molarity is equal to number of moles of solute divided by volume of solution in liter. നീ നോക്ക്, ഇതിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസിനെ n എന്നുള്ള ലെറ്റർ കൊണ്ട് കൊടുക്കാം, സൊല്യൂട്ടിനെ b എന്ന് കൊടുക്കാം. അപ്പൊ അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം v in liter, വോളിയം ഇൻ ലിറ്റർ. ഇതിനൊന്നും കൂടി മാറ്റി എഴുതാം. നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം.
മൊളാരിറ്റി M is equal to നമ്പർ ഓഫ് മോൾസിന്റെ ഒരു ഇക്വേഷൻ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറഞ്ഞു NB is equal to WB by MB. ഇക്വേഷൻ പറഞ്ഞോ, NBക്ക് പകരം given weight divided by molar mass. given weight divided by molar mass. NBക്ക് പകരം എഴുതി into ഇനി ആരാണത് V, വോളിയം ഇൻ ലിറ്റർ. വോളിയം ഇൻ ലിറ്റർ. WB ഇക്വേഷൻ ചേഞ്ച് ചെയ്തു, WB divided by MB into V in liter. ഈ ലിറ്ററിനെ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ WB divided by MB into V in ml. ml ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? into 1000 കൊടുത്താൽ മതി. ഇതാണ് എമ്മിനുള്ള ഇക്വേഷൻ. M is equal to WB divided by MB into V into 1000. Molarity. Clear ആയല്ലോ? Molarity എന്താണെന്നുള്ളത്? Molarity is the number of moles of solute dissolved per liter of solution. ഇതിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ആണ്. അല്ലെങ്കിൽ ലാസ്റ്റ് മെത്തേഡ് ആണ് മൊളാലിറ്റി. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് മെത്തേഡ് മൊളാലിറ്റി. സ്മോൾ ലെറ്റർ M കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. മൊളാലിറ്റി എന്നൊരു ചെറിയ വ്യത്യാസമാണ് മൊളാലിറ്റിക്ക് ഉള്ളത്. മൊളാരിറ്റി പറഞ്ഞിരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നായിരുന്നു. ഇതിൽ പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, രണ്ടിടത്തും ഒരു മാറ്റവും ഇല്ല, ഡിവൈഡഡ് ബൈ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, രണ്ടും കൂടി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇത് നേരത്തെ എഴുതിയ മാതിരി ഒന്ന് എഴുതി നോക്കിയേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB ഡിവൈഡഡ് ബൈ മാസിന് ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരുന്നത്? W ആർക്കാണ്? സോൾവെന്റിന്റെ ആണ്. അപ്പൊ WA ഏത് രീതിയിലാണ്? ഇൻ കിലോഗ്രാം. കിലോഗ്രാമിലാണ്. ഇങ്ങനെ എഴുതിക്കൂടെ? NB divided by WA in kilogram. Okay. ഇനി ഇതിനൊന്ന് മാറ്റി എഴുതിയാലോ? Small letter M, that is molality, is equal to WB എങ്ങനെ എഴുതുന്നത്? NB എങ്ങനെ എഴുതുന്നത്? WB divided by MB into N എഴുതി. ഈ ബാക്കി ആരാളുള്ളത്? WA. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഇത് ഗ്രാം ആക്കുകയാണെങ്കിൽ into 1000. ഓക്കെ, ഇതാണ് മൊളാരിറ്റിക്കുള്ള ഇക്വേഷൻ. എന്താണെന്ന് നോക്കി നോക്കിയേ. മൊളാരിറ്റിക്കും മൊളാലിറ്റിക്കും ഒക്കെ ഇക്വേഷൻ പഠിച്ച്, ഇത് മൊളാലിറ്റിന്റെ ഇക്വേഷൻ ആണ്. മൊളാലിറ്റി എങ്ങനെയാണ്? WB divided by MB into WA into 1000. ക്ലിയർ ആണല്ലോ? ഇതുവരെ നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന 7 മെത്തേഡ്സ് ആയിരുന്നു. ഇനിയും മെത്തേഡ്സ് ഉണ്ട്. നോർമാലിറ്റി, ഫോർമാലിറ്റി പോലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. ഇനി പറഞ്ഞ ആളുകളിൽ ആരൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, ആരൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്ന് കൂടി നോക്കണം. വോളിയം ടേം ഉള്ള ആളുകളൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്നാൽ മാസ് മാത്രമുള്ള ആളുകൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ചേഞ്ച് വരുന്നതാണ് വോളിയമാണ്. അപ്പം നോക്കി നോക്കി 7 ആളുകളിൽ മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യണ്, മോൾ ഫ്രാക്ഷന്, മൊലാലിറ്റി, ഇവരൊക്കെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇവരൊക്കെ മാസ്, വോളിയം എന്നുള്ള ടേം ഇല്ല. ഇനി വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, ഇവരൊക്കെ എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അതിലെന്തുണ്ട്? വോളിയം എന്നുള്ള ടേം ഉണ്ട്. അപ്പം അതിന് റീസൺ പറയുകയാണെങ്കിൽ വോളിയം ഡിപ്പെൻഡ് അപ്പോൺ ദ ടെമ്പറേച്ചർ ബട്ട് മാസ് ഡസ് നോട്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. കോൺസെൻട്രേഷൻ എന്താണ്, അതേപോലെ
കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 7 മെത്തേഡ്സ് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.